ടീച്ചറുടെ സ്വന്തം സന്താനത്തിന് തന്നെയാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. വളരെ സന്തോഷത്തോടുകൂടി നമുക്കതിനെ സ്വാഗതം ചെയ്യാം. എല്ലാവരും നല്ലൊരു കൈയോടി. പ്രേരണയായി എല്ലാവരും എഴുതി വയ്ക്കുക. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. ഹൃദയരാഗ തന്ത്രി മീട്ടി ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാവണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ തൊഴുവരങ്ങളാകണേ. ഹൃദയരാഗ തന്ത്രി മീട്ടി. സ്റ്റേജ് പ്രോഗ്രാം കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. അത് നമ്മുടെ KGയുടെ മക്കളുടെ ഒരു പെർഫോമൻസ് അങ്ങനെയുള്ള നിലയിലായിരുന്നു ഇതാദ്യം പ്ലാൻ ചെയ്തത്. പിന്നെയാണ് മറ്റുള്ള കുട്ടികളും അംഗൻവാടിയിലെ കുട്ടികളും എല്ലാവരും അവരുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം അത് നമ്മൾ സ്കൂളിൽ വെച്ച് നടത്താൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത് അങ്ങനെ നമ്മൾ ഓരോ അംഗൻവാടി ടീച്ചേഴ്സിനെയും ഇൻവൈറ്റ് ചെയ്ത് അവിടെയുള്ള കുട്ടികളോട് നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും ഹൃദയപൂർവ്വം വെൽക്കം ചെയ്യുകയാണ്. നമ്മൾ ഇവിടെയുള്ള കുറച്ച് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് മലയാളം ഇംഗ്ലീഷ് റെസിറ്റേഷനാണ്. പിന്നെ ഉള്ളത് മലയാളം ഇംഗ്ലീഷ് ആക്ഷൻ സോങ്, സ്റ്റോറി ടെല്ലിംഗ് മലയാളം ഇംഗ്ലീഷ്, സ്പീച്ച് മലയാളം ഇംഗ്ലീഷ്, അതുപോലെ പെൻസിൽ ആൻഡ് കളറിംഗ്. നമ്മുടെ സ്കൂളിലെ KG സെഷനിൽ ഏകദേശം 300 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മളെ സ്കൂളിലെ ഒരു 5 കുട്ടികളെയാണ് ഓരോ ഐറ്റത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവരും നിങ്ങളുടെ മക്കളോടൊപ്പം കോമ്പറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മുടെ പ്രോഗ്രാം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് റെസിറ്റേഷനോട് കൂടിയാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും തന്നെ കോഡ് നമ്പർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മലയാളം റെസിറ്റേഷന് കോഡ് നമ്പർ കിട്ടിയ എല്ലാ കുഞ്ഞുങ്ങളും ഈ സൈഡിലേക്കായിട്ട് വന്ന് നിൽക്കേണ്ടതാണ്. നമ്മൾ മലയാളം റെസിറ്റേഷനോട് കൂടിയാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. മലയാളം രജിസ്ട്രേഷൻ ഇനിയും ചെസ്റ്റ് നമ്പർ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ കൗണ്ടറിൽ പോയിട്ട് ചെസ്റ്റ് നമ്പർ വാങ്ങിക്കേണ്ടതാണ്. അതിനുശേഷം അനൗൺസ്മെൻറ്റിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് എല്ലാവരും വന്ന് നിൽക്കുക. ഓർഡറിലാണ് കുഞ്ഞുങ്ങളെ സ്റ്റേജിലേക്ക് കയറ്റുന്നത് കേട്ടോ.
എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. Next contestant, Atif Tahnoon, chess number 3. Atif Tahnoon, judges please note chess number 3 on the stage. Next contestant, Satvika Sanoop. They are so nice and great. Next contestant, Azan Muhammad, chess number 5. 1, 2, 3, 4. Johnny, yes, Papa. Eti shoke, oh Papa. Hello, what? Oh Papa. Hello, how are you? How are you today? I am good. I am great. I will today. I am hungry. I am tired. I will wait today. Thank you. Yeah, Papa, eating joy. No, Papa, Alina. No, Papa, Apirma. Judges please note Aisha Rifa, chess number 10 on the stage.
പ്രിയമുള്ളവരെ, നമ്മുടെ സ്കൂളിൽ വളരെ കുറച്ച് കാലമായിട്ട് കരാട്ടെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ആഴ്ചയിലൊരു ക്ലാസ്സാണ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു സ്റ്റേജ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ ഒരു പ്രിപ്പയർ ആയിട്ടില്ല. അപ്പോൾ ഇന്ന് പെട്ടെന്ന് ടീച്ചർ ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് കാരണം അപ്പോൾ ഈ ക്ലാസ്സിന് വെറുതെ അവരെ കൊണ്ട് ചെറിയ സംഗതി ചെയ്താൽ വേറെ കുറച്ച് കുട്ടികളും കൂടി ഉണ്ട്. അപ്പോൾ അവർ യൂണിഫോമും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ചെയ്യാതിരുന്നത്. തീർച്ചയായും ഇവിടെ ഈ സ്കൂളിൽ യൂണിറ്റിലുള്ള എല്ലാ കുട്ടികൾക്കും നമ്മുടെ ഇവിടെ സ്റ്റേജിൽ കയറാനും പെർഫോം ചെയ്യാനുള്ള അവസരം ഉണ്ടാവും സ്കൂളിലെ ആനുവൽ ഡേക്ക്. അപ്പോൾ അതുകൊണ്ട് പരമാവധി എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തുക. ഇത് കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ അണ്ടറിൽ നടക്കുന്ന ഗെയിമുകളാണ് ഈ കരാട്ടെ, ഉഷു, യോഗ, കളരി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനിവിടെ സ്കൂളിൽ ഒരു യൂണിറ്റ് ഉണ്ട്. പരമാവധി ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും നിങ്ങളെ കുട്ടികൾക്ക് ഈ സ്കൂളിൽ അത് പഠിക്കാനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുക്കുക. സ്കൂൾ മാനേജ്മെൻറ്റ് അതിന് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട്. ചെറിയൊരു നാമമാത്രമായൊരു ഫീസ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്താൻ അത് വളർത്തിയെടുക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇതുപോലുള്ള വേദികളിൽ കുട്ടികൾ കയറുന്നതോടുകൂടി തന്നെ അവിടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സംഘർഷം, പേടി, കാര്യങ്ങളൊക്കെ മാറി അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക പ്രതികൂല സാഹചര്യമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ നേരിടാൻ കഴിയും. എല്ലാവരും നമ്മുടെ മക്കളെ നല്ല പ്രോത്സാഹിപ്പിക്കുക. എന്തായാലും ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിന് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. I am Fatima, KGC. My goal people at the Chandapadi. Take banana, take banana, peel banana, peel banana, chop banana, chop banana, shake banana, shake banana, drink banana, drink banana, yum banana, yum more banana. Thank you. Banana, shake banana. Walking in the jungle, walking in the jungle. I'm not afraid, I'm not afraid. 1 step, 2 step, 3 step, forward. 1 step, 2 step, 3 step, backward. Stop, listen, what is that? That is a frog. Let's jump. Stomping in the jungle, stomping in the jungle. I'm not afraid, I'm not afraid. 1 step, 2 step, 3 step, forward. 1 step, 2 step, 3 step, backward. Stop, listen, what is that? That is a monkey. Let's swing. Swinging in the jungle, swinging in the jungle. I'm not afraid, I'm not afraid.
afraid. I'm not afraid. One step, two step, three step, forward. One step, two step, three step, backward. Stop. Listen. What is that? That is a kangaroo. Let's hop. Hopping in the jungle. Hopping in the jungle. I'm not afraid. I'm not afraid. One step, two step, three step, forward. One step, two step, three step, backward. Stop. Listen. What is that? That is a tiger. Let's run. Thank you. Have a nice day. Atif Tahnoon, chess number 3. Jingle, jingle, play the song. How I wonder what you want. Up above the leisure, I like the diamond on the side. Rivana, chess number 1. Clap your hands, clap your hands. Listen to the music and clap your hands. Stamp your feet, stamp your feet. Listen to the music and stamp your feet. Turn around, turn around. Listen to the music and turn around. Jump up, hey, jump up, hey. Listen to the music and jump up, hey. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കഴിഞ്ഞ മലയാളം ആക്ഷൻ സോങ് ഇംഗ്ലീഷ്, അതുപോലെ ഇംഗ്ലീഷ് ആക്ഷൻ സോങ്, മലയാളം ആക്ഷൻ സോങ്, ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടാണ് അനൗൺസ് ചെയ്യുന്നത്. നമ്മൾ ചെറിയ കുട്ടികളാണ്, അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ജഡ്ജ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. എങ്കിലും പല കുട്ടികളുടെയും ആദ്യത്തെ വേദിയാണ്. അപ്പോൾ മൈക്ക് പോയിന്റ് എത്തുമ്പോൾ പലപ്പോഴും കുട്ടികൾ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആക്ഷൻ സോങ്ങിന് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ പാട്ട് എന്താണോ നമ്മൾ പാടുന്നത് അത് ആ കുട്ടിയുടെ മുഖഭാവത്തും അതുപോലെ കുട്ടിയുടെ കൈകളും ജസ്റ്റേഴ്സും അതുപോലെ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ വളരെ നല്ല മനോഹരമായ പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ കുട്ടികൾ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏത് പാട്ടാണെങ്കിലും അത് നല്ല രീതിയിൽ കാണാതെ പഠിക്കുക എന്നുള്ളതും. മലയാളം ആക്ഷൻ സോങ് third prize goes to Fatima Nashwa, and second prize goes to Faiha Fatima, and the winner is Fatima Mizla. English action song, the third prize goes to Fatima Rivana, and second prize goes to Asmin, and the winner is, the first prize goes to Ashtami. Thank you. Morning. Nani. നിന്റെ പേര് ജാസ്മിൻ. ഞാനിവിടെ പറയാൻ പോകുന്നത് അണ്ണാരക്കണ്ണൻ്റെയും ബാലൻകുരങ്ങൻ്റെയും കഥയാണ്. പണ്ട് കിങ്ങിണിപ്പുഴ എന്ന പേരുള്ള അതീവ സുന്ദരിയായ ഒരു പുഴ ഉണ്ടായിരുന്നു. ആ പുഴക്കര മരങ്ങളാൽ വളരെ സമ്പുഷ്ടമായിരുന്നു. അക്കൂട്ടത്തിൽ നല്ല വലിപ്പമുള്ള നിറയെ പഴങ്ങളുള്ള ഒരു അത്തിമരത്തിലാണ് ചങ്ങാതിമാരായ വാലൻകുരങ്ങനും അണ്ണാരക്കണ്ണനും താമസിച്ചിരുന്നത്. അവർ അത്തിപ്പഴം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിശന്ന് വലഞ്ഞ് ഒരു മുതല വന്നു. എനിക്കും തരുമോ അത്തിപ്പഴം? മുതല പഴങ്ങൾ കഴിക്കുമോ? വിശന്നാൽ എന്തും കഴിക്കും. വാലൻകുരങ്ങൻ മുതലക്ക്
അത്തിപ്പഴം കൊടുത്തു. മുഴുക്കൻ പേര് കേട്ടാലറിയാം, ചങ്ങാത്തത്തിന് പറ്റിയാളല്ല. ആര് പറഞ്ഞ് പാവം മുതൽക്കുന്നു? പാവമോ? അവൻ മറ്റു ജീവികളിലേക്ക് പിടിച്ചിട്ടുണ്ടെന്ന് മുതലെയാണ്. അവസരം കിട്ടിയാൽ അവൻ നമ്മളെയും ദുഃഖിക്കണം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പിന്നെയും നാലക്കണ്ണൻ വന്നു. വാല വാല, കിങ്ങിണിപ്പുഴയുടെ അക്കരെ കുന്നിൻ്റെ ധാരാളം പഴങ്ങൾ, പഴുത്ത പാവമായ വാഴപ്പഴങ്ങൾ ഇരിപ്പുണ്ട്. എവിടെ? പുല്ലാങ്കുന്നിന് ചെരുവിൽ. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഓ, ഞാനില്ല, നീ പോയി കഴിച്ചോ കണ്ണ. ഞാൻ നിന്നെ കൊണ്ടുപോവാനാ ഓടിച്ചാടി വന്നത്. ഇല്ലടാ, നീ പോയി കഴിച്ചോ. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കാത്തിരിക്കും, ആ മുഴുക്കൻ മുതലേക്കാൾ. അതെ, അതിനെന്താ? പുതിയ ചങ്ങാതിയെ കിട്ടിയപ്പോൾ പഴയ ചങ്ങാതി എന്ന് വിവരിച്ചു. അല്ലടാ വാല, അങ്ങനെ ഒന്നുമില്ല. ശരി, ഞാൻ പോകുന്നു. ഈ മുതൽ എവിടെ? എത്ര നേരമായി കാത്തിരിക്കുന്നു. കാത്തിരുന്ന് മടുത്ത കൂട്ടുകാരാ. പിന്നെ നിനക്ക് തരാനായി അത്തിപ്പഴങ്ങൾ എടുത്തു വെച്ചിട്ട് നേരം എത്രയായി? ക്ഷമിക്കൂ ചങ്ങാതി. സമ്മാനദാനം നൽകുന്നതിനായി നമ്മുടെ സ്കൂളിന്റെ അധ്യാപകൻ സംഗീത് സാറെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു മുഹമ്മദ് ഷാദിൽ AP, പലകപ്പറമ്പ്. പെൻസിൽ ഡ്രോയിങ് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു മുഹമ്മദ് ഷാദിൽ AP, പലകപ്പറമ്പ്. എല്ലാവരും നല്ല കൈയോടുകൂടി പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. Second prize goes to Fabis Mahbub, Kolattur. Fabis Mahbub, Kolattur. Pencil drawing second prize goes to Fabis Mahbub, Kolattur. Third prize goes to Nashwa Mahzi, Ambalapadi. Third prize goes to Nashwa Mahzi, Ambalapadi. Pencil drawing മൂന്നാം സ്ഥാനം നഷ്വ മഹസി, അമ്പലപ്പടി. മലയാളം റെസിറ്റേഷന്റെ മത്സരഫലങ്ങളാണ് ഇനി പറയുന്നത്. സമ്മാനദാനം നൽകുന്നതിനായി പ്രിയപ്പെട്ട ഹാരിസ് മാസ്റ്ററെ സാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. Malayalam recitation. First prize goes to Afra Fatima. Just number 2, Afra Fatima. Malayalam recitation. എല്ലാവരും നല്ലൊരു കൈയോടുകൂടി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. Malayalam recitation. First prize goes to Afra Fatima. Second prize goes to Second prize goes to Fatima Mishmila. Malayalam recitation. Second prize goes to Fatima Mishmila. Third prize goes to Naila Anwar. Third prize goes to just number 9, Naila Anwar. അടുത്തതായി ഇംഗ്ലീഷ് റെസിറ്റേഷൻ.
സമ്മാനദാനം നൽകുന്നതിനായി ഷമീമ ടീച്ചറെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. English recitation first prize goes to Inaya Mahmood. ടീച്ചറുടെ സ്വന്തം സന്താനത്തിന് തന്നെയാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. വളരെ സന്തോഷത്തോടുകൂടി നമുക്കതിനെ സ്വാഗതം ചെയ്യാം. എല്ലാവരും നല്ലൊരു കയ്യോടിയോടുകൂടി First prize goes to Inaya Mahmood. English recitation. Second prize goes to Abhiyan, chest number 12. English recitation. Second prize goes to Abhiyan, chest number 12. Second prize goes to Abhiyan, just number 12. Third prize goes to Dakshat, just number 4. Third prize goes to Dakshat, just number 4. First, Fatima Misla. Second, Feiha Fatima. Second prize goes to Feiha Fatima. Feiha Fatima, second prize. Third prize, Fatima Nashwa. Third prize goes to Fatima Nashwa. അടുത്തതായി അസാം മെഹർ. സെക്കൻഡ് പ്രൈസ് ഐസിൻ റാഫിൻ. ഐസിൻ റാഫിൻ. Third prize, Aryan. മലയാള പ്രസംഗം തേർഡ് പ്രൈസ് ആര്യൻ. മുന്നോട്ട് വരിക. സമ്മാനം നൽകുന്നതിനായി സൗമ്യ ടീച്ചറെ ക്ഷണിക്കുന്നു.
First, Eva. First place, Eva. Second prize, Riza Mehrin. Second prize, English Prasangam, Riza Mehrin. എല്ലാവരും കുട്ടികളെ കൈയടിച്ച് പ്രോത്സാഹിക്കേണ്ടതാണ്. Third place, Neha Fatima. English speech, third place, Neha Fatima. അടുത്തായി സ്റ്റോറി മലയാളം. മലയാളം കഥ പറച്ചിൽ. 1, 2, 3 സ്ഥാനം കിട്ടിയ കുട്ടികൾ മുന്നോട്ട് വരിക. സമ്മാനം നൽകുന്നതിനായി ജഫ്ന ടീച്ചറെ ക്ഷണിക്കുന്നു. മലയാളം കഥ പറച്ചിൽ. ഫസ്റ്റ്, ഫൈസ ഷെറി. ഹൈസ ഷെറി. ഫസ്റ്റ് പ്രൈസ് ഹൈസ ഷെറി. സെക്കൻഡ് പ്രൈസ് ഷസ്മിൻ. മലയാള പ്രസംഗം സെക്കൻഡ് പ്രൈസ് ഷസ്മിൻ. തേർഡ് പ്രൈസ് ഗോസ് ടു ആദിഷ്. ആദിഷ് മുന്നോട്ട് വരിക. ആദിഷ്. എല്ലാവരും കുട്ടികൾക്ക് നന്നായിട്ട് അഭിനന്ദനങ്ങൾ നൽകേണ്ടതാണ്. എല്ലാവരും ക്ലാപ്പ് ചെയ്യാം. അടുത്തതായി ഇംഗ്ലീഷ് സ്റ്റോറി ടെല്ലിംഗ്. സമ്മാനദാനം നൽകുന്നതിനായി പ്രദീപ്തി ടീച്ചറെ ക്ഷണിക്കുന്നു. ഇംഗ്ലീഷ് സ്റ്റോറി ടെല്ലിംഗ് 1ാം സ്ഥാനം മിൻഹ ഫാത്തിമ. ഫസ്റ്റ് പ്രൈസ് മിൻഹ ഫാത്തിമ. സെക്കൻഡ് പ്രൈസ് മന്ന മറിയം. ഇംഗ്ലീഷ് സ്റ്റോറി ടെല്ലിംഗ് സെക്കൻഡ് പ്രൈസ് മന്ന മറിയം. തേർഡ് പ്രൈസ് ആയിഷ മർവ. ആയിഷ മർവ. ഡ്രോയിങ് മത്സരത്തിൽ 3ാം സ്ഥാനം നേടിയ ഫാത്തിമ സൻവ വേദിയിലേക്ക് വരിക. ഡ്രോയിങ് മത്സരത്തിൽ 3ാം സ്ഥാനം നേടിയ പ്രദീപ്തി ടീച്ചർ സമ്മാനം കൊടുക്കൂ. കളർ മത്സരം 3ാം സ്ഥാനം നേടിയ ഫാത്തിമ സൻവ. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കണേ.
അടുത്ത ഇനം ഇംഗ്ലീഷ് ആക്ഷൻ സോങ്. സമ്മാനം നൽകുന്നതിനായി നിഷാന ടീച്ചറെ ക്ഷണിക്കുന്നു. ഇംഗ്ലീഷ് ആക്ഷൻ സോങ്. ഫസ്റ്റ് പ്രൈസ് അഷ്ടമി. First prize Ashtami. Second prize Asmin. Second prize Asmin. English action song മൂന്നാം സ്ഥാനം ഫാത്തിമ റിവാന. ഫാത്തിമ റിവാന. ഫാത്തിമ റിവാന. നല്ലൊരു കയ്യടി കൊടുക്കുക എല്ലാവരും. ഒന്ന്, രണ്ട്, മൂന്ന് സ്ഥാനം കിട്ടിയ എല്ലാ കുട്ടികൾക്കും കൺഗ്രാറ്റുലേഷൻ. പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും എല്ലാവരും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. നമ്മളുടെ എല്ലാ കുരുന്നുകൾക്കും LP സ്കൂളിൻ്റെ പ്രോത്സാഹന സമ്മാനമായി മെഡൽ വിതരണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളും വേദിക്ക് മുന്നിലേക്ക് വരേണ്ടതാണ്. രക്ഷിതാക്കളുടെ ശ്രദ്ധയ്ക്ക് പരിപാടിയിൽ പങ്കെടുത്ത 1, 2, 3 സ്ഥാനക്കാരല്ലാത്ത കുട്ടികൾ മുഴുവനും വേദിയിലേക്ക് കയറ്റി നിർത്തുക. എല്ലാ കുട്ടികൾക്കും മെഡൽ പാരിതോഷിക സമ്മാനമായി നൽകുന്നുണ്ട്. പങ്കെടുത്ത കുട്ടികൾ വേദിക്ക് മുകളിൽ എത്തിച്ചേരേണ്ടതാണ്. ലെയിലെവിടെ? അവിടെ ലെയില ഇവിടെ ആർക്കെങ്കിലും കിട്ടണ്ടോ? പങ്കെടുത്ത
മുഴുവൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊള്ളുന്നു.